എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു 2 തരം ചട്നി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. ആദ്യം പപ്പായ ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഒരു ടൊമാറ്റോ, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പപ്പായൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതി പപ്പായയ്ക്ക് ഒരു തക്കാളി മതിയാകും. കുറച്ചും കൂടി എടുക്കുകയാണെങ്കിൽ ഒരു തക്കാളിയും കൂടി എടുക്കാവുന്നതാണ്, എങ്കിലേ പുളി കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ തോടൊന്ന് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ ദോശക്കല്ലിൽ വയ്ക്കുന്നത് എളുപ്പമായിരിക്കും. ചെറിയ പീസായിട്ട് വയ്ക്കുമ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ പകുതി കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിനിയും വെള്ളത്തിലിട്ട് ഒന്ന് അതിൻ്റെ കറ കഴുകി കളയണം. ഇനി ഇത് ആ ചൂടായ ദോശക്കല്ലിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു ടൊമാറ്റോയും കൂടി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഇനി ഈ കല്ലിലിരുന്ന് തന്നെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം. നല്ല കരിഞ്ഞ് വെന്ത് വരണം, എങ്കിലേ ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എത്രത്തോളം വെന്ത് കിട്ടുമോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു ടൊമാറ്റോയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇതും കൂടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല പുളി ഉണ്ടാകും. പ്രത്യേകിച്ച് പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ദോശയോടൊപ്പവും ഇഡ്ഡലിയോടൊപ്പവും കഴിക്കാൻ ഈ ചട്നി വളരെ ടേസ്റ്റി ആയിരിക്കും. ഇതിൽ പീനട്ടോ പൊട്ടുകടലയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഇത്രയും തന്നെ മതിയാകും. ഇതിപ്പോൾ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ടൊമാറ്റോയും എല്ലാം തൊലിയെല്ലാം നല്ല കരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വിടുക. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇനി ബീറ്റ്റൂട്ട് കിച്ചടിക്ക് വേണ്ടിയിട്ട് 2 ചെറിയ ബീറ്റ്റൂട്ട്, ഒരു സവാള, കുറച്ച് കാന്താരി മുളക് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. സവാള ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം. തീരെ ചെറുതാക്കണമെന്നല്ല, ഇതിന് വഴറ്റാനുള്ളതാണ്. അതുകൊണ്ട് ഒന്ന് അരിഞ്ഞെടുത്താൽ മതിയാകും. ബീറ്റ്റൂട്ടും അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചട്നി ഉണ്ടാക്കുക, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ബീറ്റ്റൂട്ടും സവാളയും കാന്താരി മുളകും എല്ലാം കൂടി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ വെന്ത് നല്ല വഴറ്റി കിട്ടണം, എങ്കിലേ ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ബീറ്റ്റൂട്ട് ചമ്മന്തി. ഇത് കഞ്ഞിയോടൊപ്പവും ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് മൂപ്പിക്കുക. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ 2 ചട്നിയാണ്. ഇപ്പോൾ ബീറ്റ്റൂട്ട് സവാള എല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും ഒരു ചെറിയ ഉരുള പുളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു പുളിക്ക് വേണ്ടിയിട്ട് ടൊമാറ്റോ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് പുളി ചേർത്ത് കൊടുത്തത്. പുളി ചേർത്ത് എങ്ങനെ ആയിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ പപ്പായയും ടൊമാറ്റോ എല്ലാം തണുത്തിട്ടുണ്ട്. അത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയുടെ ഇതുപോലെ ഒന്ന് തോല് കളഞ്ഞ് വേണം ഇടാൻ. തോലെല്ലാം മാറ്റിയതിന് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. വേണമെങ്കിൽ അല്പം കടുക് താളിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേക ഒരു മണം ഉണ്ടാകും.
ഇല്ലെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആ ജാറിലേക്ക് തന്നെ ബീറ്റ്റൂട്ട് സവാള എല്ലാം വഴറ്റിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കാന്താരി മുളകുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് മുളക് ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല എരിവുണ്ടാകും. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളകോ ചുവന്ന മുളകോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാന്താരി മുളക് അരച്ചിങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. ഇതിലേക്ക് കുറച്ച് കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് വറ്റൽ മുളകിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.